വിശുദ്ധ തിരുവചനത്തിന്റെ ആധികാരികതയും റിലയബിലിറ്റിയും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. വേദപുസ്തകത്തിന് അകത്തു നിന്നും ഇന്ന് നടക്കുന്ന ആധുനിക സംഭവങ്ങളുടെ നിവർത്തീകരണവും കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച് അത് വിശുദ്ധ തിരുവചനത്തിന്റെ നിവർത്തിയാണെന്നും വർഷങ്ങൾക്ക് മുൻപേ, നൂറ്റാണ്ടുകൾക്ക് മുൻപേ വിശുദ്ധ തിരുവചനം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതേപടി ഇന്ന് നിവർത്തിയാകുന്നതുകൊണ്ടും വേദപുസ്തകത്തിന്റെ വചനങ്ങൾ സത്യമാണ്, വിശ്വസനീയമാണ് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് പഠിപ്പാനിടയായിത്തീർന്നു. ഇന്ന് ഒരല്പസമയം എക്സ്റ്റേണൽ എവിഡൻസസ്, പുറത്തുള്ള ചില തെളിവുകൾ, വേദപുസ്തകം ആധികാരികതയുള്ളതാണ്, അത് വിശ്വസനീയമാണ് എന്നുള്ളതിന്റെ പുറത്തുനിന്നുള്ള ചില തെളിവുകൾ നിരത്തുവാനായിട്ട് കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തരം കൊണ്ട് വേദപുസ്തക പഠനം അല്ലെങ്കിൽ വേദപുസ്തകത്തെ പറ്റിയുള്ള പഠനം ഇവിടെ അവസാനിപ്പിച്ച് അടുത്ത ആഴ്ചയിൽ ഡോക്ട്രിൻ ഓഫ് ഗാഡ്, ദൈവത്തെ പറ്റിയുള്ള ഉപദേശം, അല്ലെങ്കിൽ ദൈവത്തിന്റെ എക്സിസ്റ്റൻസിനെ ചോദ്യം ചെയ്യുന്ന ആളുകൾ, നിരീശ്വരവാദി ആളുകളുണ്ട്, അവരോട് ഏതു നിലയിൽ ദൈവം ഉണ്ട് എന്നുള്ളത് വ്യക്തമാക്കാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ സ്വഭാവ ഗുണങ്ങൾ, ദൈവത്തിന്റെ പേരുകൾ, തൃത്വം, ഈ വിഷയങ്ങളെപ്പറ്റി അടുത്ത ആഴ്ച മുതൽ പഠിപ്പിക്കുവാനായിട്ട് കർത്താവിൽ താല്പര്യപ്പെടുന്നു. എക്സ്റ്റേണൽ എവിഡൻസസിൽ വളരെ ശ്രദ്ധയോടുകൂടി ഇരുന്നെങ്കിൽ മാത്രമേ അതൊരു ബോറിംഗ് അല്ലാതെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതെന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുമാണ്. വിശദീകരിച്ചു പോകുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ആർക്കെങ്കിലും കൂടുതൽ അറിയണം എന്ന ആഗ്രഹം ഇവിടെ ഉദിക്കുന്നെങ്കിൽ അതിനു വേണ്ടുന്ന ഒന്ന് രണ്ട് ബുക്സ് നിങ്ങൾക്ക് തരുന്നതിന് സാധിക്കും, അല്ലെങ്കിൽ അത് വായിക്കുന്നതിന് സാധിക്കും. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെയുള്ള ക്ലാസുകൾ നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പോയാൽ നമുക്ക് വ്യക്തമായി ആ കാര്യങ്ങൾ സമയത്തിന്റെ ചുരുക്കത്തിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയില്ലല്ലോ. ഒന്നാമത് എവിഡൻസസ് ഫ്രം ആർക്കിയോളജി. ആർക്കിയോളജിയിൽ നിന്ന് വേദപുസ്തകം വിശ്വസനീയമാണ് എന്നുള്ളതിന്റെ തെളിവുകളുണ്ട്. ആർക്കിയോളജി ഗവേഷണത്തിൽ എക്സ്കവേഷൻസ് നടത്തിക്കഴിഞ്ഞപ്പോൾ പല കണ്ടുപിടുത്തങ്ങളും ഇൻവെൻഷൻസും വേദപുസ്തകത്തിന്റെ ആധികാരികതയെ തെളിയിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. വിശുദ്ധ തിരുവചനത്തിന്റെ പഠനം നാം ശ്രദ്ധിച്ചാൽ ഇതുവരെ നടത്തിയിട്ടുള്ള വേദപുസ്തകത്തെ പറ്റിയോ അല്ലെങ്കിൽ ഈ ഏൻഷ്യൻ നിയർ ഈസ്റ്റേൺ കൺട്രീസിൽ നടന്നിരിക്കുന്ന, ഈവൻ ഈ മിഡിൽ ഈസ്റ്റിൽ നടന്നിരിക്കുന്ന ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസിന് ഒന്നും തന്നെ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കണ്ടന്റിനെ ചോദ്യം ചെയ്യുന്നതിനോ സംശയിക്കുന്നതിനോ സാധിച്ചിട്ടില്ല. രണ്ട് പ്രധാനപ്പെട്ട ആർക്കിയോളജിക്കൽ എവിഡൻസസ് നിങ്ങളുടെ മുൻപിൽ ഞാൻ നിരത്തുവാനായി താല്പര്യപ്പെടുകയാണ്. ഒന്നാമത്, നമുക്ക് ഒരു പക്ഷേങ്കിൽ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ പഠിച്ചിട്ടുള്ളതായ ഒരു തെളിവാണ് എബ്ല ടാബ്ലറ്റ്സ് എന്ന് പറയും. എബ്ല ടാബ്ലറ്റ്സ്, അത് സ്കൂളിലോ അല്ലെങ്കിൽ കോളേജുകളിലോ പഠിക്കുന്ന സന്ദർഭങ്ങളിൽ ഈ വാക്ക് കേട്ടിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. എബ്ല ടാബ്ലറ്റ്സ് എന്ന് പറയുന്നത് സിറിയയുടെ വടക്കൻ ഭാഗങ്ങളിൽ നടന്ന ഡിസ്കവറിയാണ്, കണ്ടുപിടുത്തമാണ്. സിറിയയുടെ നോർത്തേൺ സിറിയയിൽ നടന്ന കണ്ടുപിടുത്തമാണ്. ഇത് 1964 മുതൽ 1974 വരെ, പ്രധാനമായും 1964 മുതൽ 68 വരെയാണ് ഇന്റൻസീവായിട്ട് വളരെ ആഴമേറിയ നിലയിൽ ഈ ആർക്കിയോളജിസ്റ്റ് ഈ ടാബ്ലറ്റ്സ് കണ്ടുപിടിച്ച് അതിനെപ്പറ്റി പഠിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. എന്നാൽ 1974 മുതൽ 17,000 ടാബ്ലറ്റ്സ്, 17,000 ടാബ്ലറ്റ്സ് എന്ന് പറയുമ്പോൾ സ്റ്റോൺസ് അല്ലെ, സ്റ്റോൺസ്, മോശയുടെ ദൈവം എഴുതി കൊടുത്ത കൽപ്പലക അങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്ന ടാബ്ലറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് പനിക്കോ മറ്റോ കഴിക്കുന്ന ടാബ്ലറ്റിന്റെ കാര്യമാണ് ഓർമ്മ വരുന്നത്. എന്നാൽ ഇറ്റ്സ് നോട്ട് ദാറ്റ്. നമ്മള് മോശയ്ക്ക് ദൈവം 10 കൽപ്പന എഴുതി കൊടുത്തത് കൽപ്പലകകളിലാണ്, കൽപ്പലകകൾ. അപ്പൊ ആ കൽപ്പലകയാണ് മോശ എന്ത് ചെയ്തത്, ദൈവിക ആ തീഷ്ണതയുടെ ഇതിൽ അത് ഉടച്ചു കളഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതുപോലുള്ള ഇതിനെയാണ് ടാബ്ലറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ എബ്ല ടാബ്ലറ്റ് എന്ന് പറയുന്ന ആർക്കിയോളജിക്കൽ ഡിസ്കവറി നോർത്തേൺ സിറിയയിൽ 1964 മുതൽ 68 വരെ ഇന്റൻസീവായിട്ടും അതിനുശേഷം 1974 മുതൽ നടന്ന ഡിസ്കവറിയിൽ 17,000 ടാബ്ലറ്റ്സ് അവർ കണ്ടുപിടിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. ആ ടാബ്ലറ്റിൽ പറയുന്നത്
ഒരു ഉദാഹരണം പറഞ്ഞാൽ, വേദപുസ്തകത്തിന്റെ ആധികാരികത തെളിയിക്കുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഹോൾ എർത്ത് ആ ടാബ്ലറ്റ്സിൽ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു തെളിവ്, ലോകത്തിൽ മുഴുവൻ ഓരോ ഭാഷ സംസാരിച്ചിരുന്ന ഒരു സംസ്കാരം ഉണ്ടായിരുന്നുവെന്ന് ഈ ടാബ്ലറ്റ്സ് വെളിപ്പെടുത്തുന്നു. ലോകം മുഴുവൻ ഒറ്റ ഭാഷ സംസാരിച്ചിരുന്ന ആ സംസ്കാരം ലോകത്തിൽ നിലനിന്നിരുന്നു എന്ന് ഈ എബ്ല ടാബ്ലറ്റ്സ് വെളിപ്പെടുത്തുന്നു. ഈ എബ്ല ടാബ്ലറ്റ്സിൽ അത് മാത്രമല്ല, വിശുദ്ധ തിരുവചനം പഠിച്ചാൽ ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ പഠിച്ചാൽ ലോകം മുഴുവൻ ഒരു ഭാഷയായിരുന്നുവെന്നും, എന്നാൽ ടവർ ഓഫ് ബാബിലോൺ ടവർ ഗോപുരം പണിയാനായി അവർ മനുഷ്യർ സ്റ്റെപ്പ് എടുത്തപ്പോൾ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് എന്ത് ചെയ്തെന്ന് അവരുടെ ഭാഷയെ കലക്കിക്കളഞ്ഞു എന്ന് കാണും. ഇത് വായിക്കുമ്പോൾ ഒരു പക്ഷേങ്കിൽ അവിശ്വസനീയമായി നമുക്ക് തോന്നിയേക്കാം. ലോകത്തിലുള്ള ജനം മുഴുവൻ ഇന്നത്തെ സിറ്റുവേഷൻ വെച്ച്, ഇന്നത്തെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ലോകത്തിലുള്ള ജനം മുഴുവൻ ഒറ്റ ഭാഷ സംസാരിച്ചിരുന്നുവെന്നും ആ ഭാഷ കലക്കിയാണ് വിവിധ ഭാഷകൾ ഉണ്ടായതെന്നും പറയുമ്പോൾ ഒരു സംശയം മനുഷ്യ ഹൃദയങ്ങളിൽ ഉടലെടുക്കാം. എന്നാൽ എബ്ല ടാബ്ലറ്റ്സിൽ ഡിസ്കവറിയിൽ മനസ്സിലാക്കുന്നത് ലോകം മുഴുവൻ ഒരു ഭാഷ സംസാരിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. മെനി മോഡേൺ ഡേ ഫിലോളജിസ്റ്റ്, ഭാഷാ പണ്ഡിതന്മാർ, ഇന്നത്തെ ആധുനിക ഭാഷാ പണ്ഡിതന്മാർ പലരും ആൽഫ്രഡോ ട്രോംബേറ്റി എന്ന് പറയുന്ന മനുഷ്യനെ പോലെയുള്ള അല്ലെങ്കിൽ ഭാഷാ പണ്ഡിതനെ പോലെയുള്ള പല ഭാഷാ പണ്ഡിതന്മാരും ഇന്ന് അവകാശപ്പെടുന്നത് ലോകം മുഴുവൻ ഒറ്റ ലാംഗ്വേജ് സംസാരിച്ചിരുന്നു എന്നുള്ളതിന്റെ അനേക തെളിവുകൾ അവർക്ക് ട്രേസ് ചെയ്യാൻ സാധിക്കുമെന്ന് പ്രിയപ്പെട്ടവർ വ്യക്തമാക്കുന്നു. ലോകം മുഴുവൻ ഒരു ഒറ്റ ഭാഷ സംസാരിച്ചിരുന്ന കാലഘട്ടമുണ്ടായിരുന്നു എന്ന് ഈ ആധുനിക ഭാഷാ പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നതായി നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ഞാൻ ഇത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ പഠിപ്പിക്കാനായിട്ട് എന്റെ മനസ്സിലൊരു പേടിയുണ്ട്. ഇന്ന് വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഇങ്ങനെ എബ്ല ടാബ്ലറ്റ്സ് എന്നും അമർന ലെറ്റേഴ്സ് എന്നും ഒക്കെ പറഞ്ഞാൽ എത്രമാത്രം അത് ഗ്രാസ്പ് ചെയ്ത് അതിന്റെ അന്തസ്സത്ത് മനസ്സിലാക്കും എന്ന് ഞാൻ സംശയിക്കുന്നു. മാത്രമല്ല, അതിപ്രധാനമായ മറ്റൊരു ആർക്കിയോളജിക്കൽ എക്സ്കവേഷനാണ് അമർന ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. അമർന ലെറ്റേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ലോകത്തിലെ അനേക സാമ്രാജ്യങ്ങൾ ലോകത്തെ ഭരിപ്പാനായിട്ട് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അതിൽ അതിപ്രധാനമായ ഒരു സാമ്രാജ്യമായിരുന്നു ഈജിപ്ഷ്യൻ സാമ്രാജ്യം. ആ ഈജിപ്ഷ്യൻ സാമ്രാജ്യത്തിന്റെ ഒരു കാലഘട്ടത്തിൽ ഈജിപ്ഷ്യൻ സാമ്രാജ്യത്തിന്റെ കീഴിൽ ഒരു വിധത്തിൽ പറഞ്ഞാൽ 15th, 14th and 13th centuries, 15th, 14th and 13th century BC, ഈ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം, വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്, യാക്കോബും കൂട്ടരും മിസ്രൈമിലേക്ക് വന്നതായിട്ടും മിസ്രൈമിൽ താമസിച്ചതായിട്ടും അവർ 430 സംവത്സരം മിസ്രൈമിൽ വാസമുണ്ടായിരുന്നെന്നും വേദപുസ്തകത്തിൽ ഇങ്ങനെ കാണുന്നു 400 സംവത്സരം അവർ വെറും അടിമയെ പോലെ തന്നെ മിസ്രൈമിൽ ജീവിച്ചു എന്നും വിശുദ്ധ തിരുവചനം പറയുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ ചരിത്രം പറയുന്നത് ഈ ഈജിപ്തിന്റെ കീഴിലായിരുന്നു പലസ്തീൻ രാജ്യവും അല്ലെങ്കിൽ കനാൻ ഉൾപ്പെടുന്ന രാജ്യവും ഈ ഈജിപ്ത് സാമ്രാജ്യത്തിന്റെ കീഴിൽ നിലനിന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇങ്ങനെ അന്നത്തെ സാഹചര്യം വെച്ച്, അന്നത്തെ പശ്ചാത്തലം വെച്ച് ഒരു ചക്രവർത്തി ഓരോ നാട്ടുരാജ്യങ്ങളും പിടിച്ചടക്കി കീഴടക്കി പോകുമ്പോൾ ഓരോ നാട്ടുരാജ്യം, ഓരോ പ്രോവിൻസസിനെയും ഭരിക്കാനായി ചക്രവർത്തിയുടെ റെപ്രസെന്റേറ്റീവ്സിനെ വെച്ചിരുന്നു. റെപ്രസെന്റേറ്റീവ്സ്. അങ്ങനെയാണ് പുതിയ നിയമകാലത്ത് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ഹെരോദാവ് യഹൂദയുടെ നാടുവാഴിയായിരുന്ന കാലഘട്ടം. അങ്ങനെയെങ്കിൽ ഹെരോദാവ് അന്നത്തെ ചക്രവർത്തി അല്ലായിരുന്നു. റോമൻ ചക്രവർത്തിയുടെ കീഴിൽ ഈ യഹൂദ ആ രാജ്യത്തെ ഭരിക്കാനായി നാടുവാഴിയായി മാത്രം വെച്ചിരുന്ന ഒരാളായിരുന്നു ആര്? ഈ ഹെരോദാവ് എന്ന് പറയുന്നത്. ഇതുപോലെ പല നാട്ടുരാജാക്കന്മാരെയും അന്നത്തെ ചക്രവർത്തിമാർ അവർ പിടിച്ചടക്കിയ രാജ്യങ്ങളിൽ വെച്ചിരുന്നു. അന്ന് പലസ്തീനിലും ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. ഈ ഭരണാധികാരി ഡയറക്റ്റ് റിപ്പോർട്ട് കൊടുക്കേണ്ടത് ഈജിപ്ഷ്യൻ സാമ്രാജ്യത്തിലെ ചക്രവർത്തിക്കായിരുന്നു.
കാരണം പലസ്തീൻ ആരുടെ കീഴിൽ വരുന്നു? ഈജിപ്ഷ്യൻ ഡൈനാസ്റ്റിയുടെ, ഈജിപ്ഷ്യൻ സാമ്രാജ്യത്തിന്റെ കീഴിൽ വരുന്നത് കൊണ്ട് ഇവർ തമ്മിൽ എപ്പോഴും കറസ്പോണ്ടൻസ് ഉണ്ടായിരുന്നു. കറസ്പോണ്ടൻസ്. അപ്പോൾ ചക്രവർത്തിയും പലസ്തീനിലെ ഭരണാധികാരിയും തമ്മിൽ എന്തുണ്ടായിരുന്നു? കറസ്പോണ്ടൻസ് ഉണ്ടായിരുന്നു. ഈ കറസ്പോണ്ടൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിയ എഴുത്തുകൾ, ഈ എഴുത്തുകളെയാണ് അമർന ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ എഴുത്തുകൾ ഈജിപ്തിലെ ചക്രവർത്തിയും പലസ്തീനിലെ ഭരണാധികാരിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിയ കത്തുകളെയാണ് അമർന ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ അമർന ലെറ്റേഴ്സിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഹാപ്പിരു, ആപ്പിരു തുടങ്ങിയ ഒരു കൂട്ടം ആളുകൾ മിസ്രൈമിൽ അടിമകളായി ഉണ്ടായിരുന്നു എന്നും, എബ്രായർ എന്നവിടെ പറയുന്നില്ല, അവിടെ പറയുന്നത്, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ, എബ്രായറുടെ പ്രാരംഭ സമയങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വാക്കുകൾ ഹാപ്പിരു, ആപ്പിരു തുടങ്ങിയ ഏൻഷ്യൻ നിയർ ഈസ്റ്റേൺ ലാംഗ്വേജസിലാണ്. ആ വാക്കുകളിൽ നിന്നാണ് ആക്ച്വലി ഹീബ്രു എന്ന പദം വന്നത്. ഹാപ്പിരു, ആപ്പിരു തുടങ്ങിയ ഏൻഷ്യൻ ലാംഗ്വേജസിൽ നിന്നാണ് ലേറ്റർ പീരീഡിൽ ഏത് വാക്ക് വന്നിരിക്കുന്നത്? ഹീബ്രു എന്ന പേര് വന്നിരിക്കുന്നത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഹീബ്രുവിന്റെ തുടക്കം ഏബറിൽ നിന്നാണ്. ഏബർ എന്ന നാമം നമുക്ക് വേദപുസ്തകത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏബറിൽ നിന്നാണ് പിന്നീട് ഹീബ്രു എന്ന ഭാഷ വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ ഹാപ്പിരു, ആപ്പിരു എന്ന വാക്കുകൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നതിന്റെ അർത്ഥം, ഒരർത്ഥം ഇതാണ്, ഡിസ്റ്റർബേഴ്സ് ഓഫ് പീസ് എന്നാണ്. ഡിസ്റ്റർബേഴ്സ് ഓഫ് പീസ്. ഇത് ഞാൻ ചർച്ചിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം അബ്രഹാമിനെ പറ്റി സംസാരിച്ചപ്പോൾ, അബ്രഹാമിന്റെ പശ്ചാത്തലം പറഞ്ഞപ്പോൾ ഞാൻ ഈ വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ഡിസ്റ്റർബേഴ്സ് ഓഫ് പീസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നൊമാഡിക് ഗ്രൂപ്പിന് സെറ്റിൽഡ് ആയിട്ടുള്ള ആളുകൾ ഇട്ടിരുന്ന പേരാണ് ഈ പേരുകൾ. ഡിസ്റ്റർബേഴ്സ് ഓഫ് പീസ്. നൊമാഡിക് എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ദേശാന്തരിയായ ആളുകൾ. അതാണ് നമുക്കറിയാം. ഇതിന്റെ ഇടയ്ക്ക് കയറ്റി ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ ആക്ച്വലി അബ്രഹാം ആരായിരുന്നറിയാമോ? ഒരു നൊമാഡായിരുന്നു, ഒരു ദേശാന്തരിയായിരുന്നു. ദേശാന്തരി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയാണെന്നാണ് എന്റെ വിശ്വാസം. നമ്മുടെ നാടുകളിൽ, നമ്മുടെ നാട്ടിൽ, പ്രദേശത്തിൽ, ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ ആളുകൾ വന്ന് ഈ ടെന്റ് അടിച്ച് ഭരണിക്കച്ചവടം നടത്താൻ വരാറുണ്ട്. അവരെ ഞങ്ങളുടെ നാട്ടിൽ ചിലപ്പോൾ ഒട്ടർ എന്ന് പറയും, ഒട്ടർ എന്നൊക്കെ വിളിക്കാറുണ്ട്. നിങ്ങൾ പലയിടത്തും പല സ്ഥലങ്ങളിലും പല പേരുകളിൽ അറിയപ്പെടുന്നത്. നാടോടികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നാടോടികൾ എന്ന് പറഞ്ഞാൽ അവർ ഒരു സ്ഥലത്ത് സെറ്റിലാകുന്ന ആളുകളല്ല. അവരിപ്പോൾ ഭരണിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നാൽ കൊട്ടാരക്കരയിൽ ഏതെങ്കിലും പാടം അത് കൊയ്ത്ത് കഴിഞ്ഞാൽ ഉടൻ അവരവിടെ കൊണ്ടുവന്ന ഒരു ടെന്റ് അടിച്ച് അവരെല്ലാവരും കൂടെ അവിടെ താമസിക്കുന്നു. ഭരണിക്കച്ചവടം മാത്രമല്ല, വിഗ്രഹ കച്ചവടം, ഈ ബിംബ കച്ചവടം, ഓരോ രൂപങ്ങൾ ഉണ്ടാക്കിയൊക്കെ കച്ചവടം നടത്തുന്ന ആളുകൾ. ആ കച്ചവടം, ആ ബിസിനസ് അവിടെ അവസാനിക്കുമ്പോൾ ഇതെന്റെ സ്ഥലമാണെന്ന് പറഞ്ഞ് അവർക്ക് അവിടെ താമസിക്കാൻ പറ്റത്തില്ല. അടുത്ത ആ കൊയ്ത്തുകാലം അല്ലെങ്കിൽ അടുത്ത പൂട്ട്, അടുത്ത ഉഴുന്ന സമയം വരുമ്പോഴേക്ക് ഇവരവിടുന്ന് ടെന്റുമൊക്കെ പൊക്കി അടുത്ത സ്ഥലത്തേക്ക് പോകും. അപ്പൊ കൊട്ടാരക്കരയിലെ ബിസിനസ് കഴിയുമ്പോൾ അടുത്ത ഈ ആളുകളെ നോക്കുന്നത് തിരുവല്ലയിൽ നോക്കിയാൽ മതി. തിരുവല്ലയിൽ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ കോഴിക്കോട്ട് നോക്കിയാൽ മതി. കോഴിക്കോട് കഴിഞ്ഞാൽ പിന്നെ നേരെ ഒരു പക്ഷേങ്കിലും തിരുവനന്തപുരം സൈഡിലേക്ക് വന്നെന്ന് വരാം. ചുരുക്കി പറഞ്ഞാൽ ഒരു സ്ഥലത്തും സെറ്റിലാകാത്ത ആളുകൾ. ഞാനിങ്ങനെ ചോദിക്കാറുണ്ട്, നാട്ടില് ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ അടുക്കലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ ചെയ്യാറുണ്ടോ? വന്നാട്ട് ഇന്ന് നിങ്ങൾ ഇങ്ങനെ നാടോടികളായിട്ടൊക്കെ ഇങ്ങനെ നടക്കാതെ ഈ ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ടല്ലോ, ഭരണിക്കച്ചവടമൊക്കെ നടത്തി ക്ഷീണിച്ചു വന്നാലേ ഇന്ന് ഞങ്ങളുടെ കൂടെ ഡിന്നർ കഴിക്കാമെന്ന് പറഞ്ഞ് ആരെങ്കിലും വിളിക്കാറുണ്ടോ? ഇല്ല. വിളിക്കുന്നത് നല്ലതാണെങ്കിലും വിളിക്കാറില്ല. അവിടുത്തെ ആ കൂട്ടത്തിലെ ഏതെങ്കിലും പിള്ളേർ നമ്മുടെ പുറകെ നടന്നാൽ അടുത്ത് നിൽക്കുന്ന ആളുകൾ പറയും, സൂക്ഷിച്ചോണേ, പോക്കറ്റിൽ പേഴ്സൊക്കെ നോക്കിക്കോണേ, പോക്കറ്റ് അടിച്ചോണ്ട് പോകും. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? തലവേദന ഉണ്ടാക്കുന്ന പിള്ളേർ. അവര് അവിടെ വന്ന് ടെന്റടിച്ച് കിടക്കുക. എന്തിന്? ഇവരിൽ നിന്നും വ്യത്യസ്തമായിരുന്നില്ല അബ്രഹാമിന്റെ പാരമ്പര്യം. അബ്രഹാമിന് കുറച്ചുകൂടെ സമ്പത്തും തരമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. അബ്രഹാമിന്റെ ജന്മസ്ഥലം, അബ്രഹാമിന്റെ സ്വദേശം എവിടാന്നറിയാമോ? അറിയാവുന്നവർ ഉറക്കെ എന്ന് പറഞ്ഞേ. അയ്യോ, അറിയത്തില്ലേ അബ്രഹാമിന്റെ ജന്മദേശം? അബ്രഹാമിന്റെ സ്വദേശം എവിടെ? ഇവിടെ പലരും പറഞ്ഞു കഴിഞ്ഞു ഊര് എന്ന്. ഊരെന്ന് തമിഴിൽ പറഞ്ഞാൽ സ്ഥലം അല്ലെ? എനിവേ, ഊരിൽ നിന്നുള്ള അബ്രഹാം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഒരു പരിധിവരെ വേദപുസ്തകത്തിന്റെ ആഴം പഠിച്ചാൽ ഒരിക്കലും ഊര് അബ്രഹാമിന്റെ സ്വദേശമായിരുന്നില്ല. ഊരിൽ നിന്നാണ് ദൈവം അബ്രഹാമിനെ വിളിച്ചതെന്ന് മാത്രമേ ഉള്ളൂ. മെസൊപ്പൊത്താമിയയിലെ ഊരിലിരിക്കുമ്പോൾ ആണ്
മെസൊപ്പൊത്താമിയയിൽ ഇരിക്കുമ്പോഴാണ് അബ്രഹാമിനെ ദൈവം വിളിച്ചത്. ഒരിക്കലും അബ്രഹാമിന്റെ മകൻ ഇസഹാക്കിന് വേണ്ടി പെണ്ണിനെ കാണാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, എന്റെ സ്വജനത്തിന്റെ അടുക്കിലേക്ക് നീ പോകണം. സ്വജനത്തിന്റെ അടുക്കിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ അതിന് ഒരുപാട് തെളിവുകളുണ്ട്. ഊരല്ല, ഹാരാനാണ്, പദ്മനാരാമാണ് അബ്രഹാമിന്റെ ജന്മദേശമെന്ന്. എലയാസർ നേരെ പോയത് ഊരിലേക്കല്ല, പിന്നെ എവിടത്തേക്കാണ്? പദ്മനാരാമിലേക്കാണ്, ഹാരാനിലേക്കാണ് പോയത്. യാക്കോബ് ഓടിപ്പോകുന്നത് ഹാരാനിലേക്കാണ്. അമ്മയുടെ ആങ്ങളയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഹാരാനിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഊര് അബ്രഹാമിന്റെ ജന്മദേശമാണെന്നോ സ്വദേശമാണെന്നോ വേദപുസ്തകം പറയുന്നില്ല. മെസൊപ്പൊത്താമിയയിലെ ഊരിൽ നിന്നാണ് അബ്രഹാമിനെ ആര് വിളിച്ചത്? ദൈവം ആദ്യത്തെ ദർശനം അബ്രഹാമിന് കൊടുത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. എനിവേ, അതിന്റെ അർത്ഥം ഹാരാനിൽ അല്ലെങ്കിൽ പദ്മനാരാമിൽ ജനിച്ചു വളർന്ന അവിടുത്തെ സ്വദേശികളായ അബ്രഹാമിന്റെയും തേരഹിന്റെയും തന്റെ പിതാവായ തേരഹും കൂട്ടരും ബിസിനസ് പ്രമാണിച്ച് അല്ലെങ്കിൽ അവരുടെ തൊഴിൽ പ്രമാണിച്ച് അവർ ഓരോ സ്ഥലങ്ങളിലും നൊമാഡ്സായി സഞ്ചരിച്ചവരാണ്. അതുകൊണ്ടാണ് ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളുടെ പൂർവ്വ പിതാവ് ദേശാന്തരിയായ ഒരു അരാമ്യനായിരുന്നു. ഹീസ് ഫ്രം അരാം. ഞങ്ങളുടെ പൂർവ്വപിതാവ് ദേശാന്തരിയായ ഒരു അരാമ്യനായിരുന്നു എന്ന് പറഞ്ഞാൽ അവന്റെ സ്വദേശം അരാം. അവൻ ആരായിരുന്നു? സ്വഭാവത്തിൽ ദേശാന്തരിയായിരുന്നു. ഇങ്ങനെ നൊമാഡായി സഞ്ചരിച്ച ഒരു കൂട്ടം ആളുകൾക്ക് പേരിട്ട പേരാണ് ഹാപ്പിരു, ആപ്പിരു എന്ന പേരുകൾ ജനറലായി കോമൺ ആയി കൊടുത്തിരുന്നത്. ഈ അമർന ലെറ്റേഴ്സിൽ വേദപുസ്തകത്തിൽ പറയുന്ന അടിമകളായി കഴിഞ്ഞ ഇസ്രയേലിനെ പറ്റി വ്യക്തമായ പരാമർശങ്ങളുണ്ട്. അങ്ങനെ ധാരാളം ആർക്കിയോളജിക്കൽ എവിഡൻസസ് നമുക്ക് നിരത്തുവാനായി സാധിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന, പുറപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന, ഇങ്ങനെ വിശുദ്ധ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ ഭാഗങ്ങൾക്കും വ്യക്തമായ ചരിത്ര തെളിവുകൾ വേദപുസ്തകത്തിന്റെ പുറത്തുനിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു പക്ഷേങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞേക്കാം, പക്ഷേ വേദപുസ്തകം ആധികാരികമല്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. ആർക്കിയോളജിക്കൽ എവിഡൻസസ് ഒക്കെ പഴയ ചരിത്രങ്ങളും ഒക്കെ വെളിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഞങ്ങളുടെ മനസ്സിൽ ഒരു സംശയമുള്ളത്, അന്ന് എഴുതിയ വേദപുസ്തകമാണോ ഇന്ന് കൊണ്ട് നടക്കുന്നത്? അന്ന് 1-ാം നൂറ്റാണ്ടില് എഴുതിയ വേദപുസ്തകമാണോ ഇന്നുകൊണ്ട് നടക്കുന്നത്? ഒരു പക്ഷേങ്കിൽ പല സഹോദരന്മാരും എന്ന് ഞാൻ പറയുമ്പോൾ വേദപുസ്തകത്തിന്റെ ആധികാരികതയെ ചോദ്യം ചെയ്യുന്ന, ഇന്ന് നാം കൊണ്ടു നടക്കുന്ന ഈ വേദപുസ്തകത്തിന്റെ ആധികാരികതയെ ചോദ്യം ചെയ്യുന്ന ചില സമുദായങ്ങളുണ്ട്, ചില കൂട്ടരുണ്ട്. ആ കൂട്ടർ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്: ഈ വിശുദ്ധ തിരുവചനം യേശു തമ്പുരാൻ പറഞ്ഞതുപോലുള്ള വാക്കുകൾ, 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർ എഴുതിയ പോലുള്ള വാക്കുകളല്ല ഇന്ന് നമ്മൾ കൊണ്ടു നടക്കുന്ന വേദപുസ്തകമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഇത് പല കാലങ്ങളിലായി പല എഴുത്തുകളിലൂടെ പോയി പല അഡീഷൻസ് ഇതിനകത്ത് വന്നു. അതുകൊണ്ട് അഡീഷൻസും വന്നിരിക്കുന്നത് കൊണ്ട് ഇന്ന് കൊണ്ട് നടക്കുന്ന വേദപുസ്തകത്തെ വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുവാൻ കഴിയുകയില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. എന്നാൽ അങ്ങനെയല്ല. അതിന് വ്യക്തമായ തെളിവുകൾ നമുക്ക് നിരത്തുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വ്യക്തമായ തെളിവുകൾ എന്ന് പറഞ്ഞാൽ മാനസ്ക്രിപ്റ്റ് എവിഡൻസസ്, കൈയെഴുത്ത് പ്രതികളുടെ തെളിവുകൾ ഈ വേദപുസ്തകത്തിന്റെ ആ ഒറിജിനൽ ആദ്യമുണ്ടായിരുന്ന വേദപുസ്തകം തന്നെ, അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ എഴുതിയ, യേശു തമ്പുരാൻ പറഞ്ഞ വചനങ്ങൾ തന്നെയാണ് ഇപ്പോഴും നമ്മുടെ കയ്യിലുള്ളത് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതിന്റെ തെളിവുകൾ 1-2 കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കാം. കൈയെഴുത്ത് പ്രതികളുടെ, പുതിയ നിയമത്തിന്റെ കൈയെഴുത്ത് പ്രതികളുടെ തെളിവുകളാണ് ഒന്നാമത്തെ തെളിവ് എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധയോടിരിക്കണമേ. വളരെ ഇത് മനസ്സിലാക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഇടയ്ക്ക് ഞാൻ പ്രാരംഭത്തിൽ തന്നെ ഓർപ്പിച്ചിട്ടുണ്ട്. ചില ഭാഗങ്ങൾ വരുമ്പോൾ ഒരു ചെറിയ ബോറിംഗ് പോലെ നമുക്ക് തോന്നിയാലും വളരെ ആധികാരികമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വിഷയമായതുകൊണ്ട് ആ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ പുതിയ നിയമത്തിന് ഏകദേശം 5300 ഗ്രീക്ക് കൈയെഴുത്ത് പ്രതികളുണ്ട്. 5300 ഗ്രീക്ക് ഭാഷയിലുള്ള കൈയെഴുത്ത് പ്രതികളുണ്ട്. മാനസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഡോക്യുമെന്റിൽ നിന്നും മറ്റുള്ളവർ പകർത്തി എഴുതിയ, അന്ന് പകർത്തി എഴുതാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുവാണ് പാപ്പിറസ്. റീഡ്സിൽ നിന്നും അല്ലെങ്കിൽ ഈറകളിൽ നിന്ന് ഒക്കെ വളരെ കട്ടി കുറഞ്ഞ പാപ്പിറസ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈജിപ്റ്റ് സന്ദർശിച്ചിട്ട് വരുന്ന പ്രിയപ്പെട്ടവർ അതിന്റെ ഒരു മോഡൽ കൊണ്ടുവരാറുണ്ട്.
പാപ്പിറസിൽ ഓരോ പിക്ചേഴ്സും ഒക്കെ വരച്ചും ഒക്കെ ചില വീടുകളിലൊക്കെ. അതുകൊണ്ട് നമുക്ക് അത് കണ്ടിട്ടുള്ള പ്രിയപ്പെട്ടവർക്ക് അറിയാം പാപ്പിറസിന്റെ ഒരു പരിധി വരെയുള്ള ഉപയോഗം. പാപ്പിറസും തോലുകളും മൃഗങ്ങളുടെ തോലുകളും മറ്റുമൊക്കെ ആയിരുന്നു അന്ന് എഴുത്തിനു വേണ്ടി, കൈയെഴുത്തിനു വേണ്ടി ഉപയോഗിച്ചിരുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിന്റെ 5300 ഗ്രീക്ക് കൈയെഴുത്ത് പ്രതികൾ ഇന്ന് അവൈലബിൾ ആണ്. ശ്രദ്ധിക്കണമേ, അതിനകത്ത് ലാറ്റിൻ ഭാഷയിൽ 10,000 കൈയെഴുത്ത് പ്രതികൾ ഇന്ന് അവൈലബിൾ ആണ്. മനസ്സിലാകുന്നുണ്ടോ? ഗ്രീക്ക് ഭാഷയിൽ 5300 കൈയെഴുത്ത് പ്രതികളും ലാറ്റിൻ ഭാഷയിൽ 10,000 കൈയെഴുത്ത് പ്രതികളും ഇന്ന് വിശുദ്ധ വേദപുസ്തകത്തിന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മാത്രമല്ല വേദപുസ്തകത്തിന്റെ ചില പോർഷൻസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് അല്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ യോഹന്നാന്റെ സുവിശേഷം മാത്രം, മത്തായിയുടെ സുവിശേഷം മാത്രം, അപ്പോസ്തല പ്രവൃത്തികൾ മാത്രം, ഇങ്ങനെ വേദപുസ്തകത്തിന്റെ പോർഷൻസ് മാത്രം കയ്യെഴുത്ത് പ്രതികളായി എഴുതിയിരിക്കുന്ന 24,000 മാനുസ്ക്രിപ്റ്റ്സ് ഇന്ന് അവൈലബിൾ ആണ്. 24,000 കയ്യെഴുത്ത് പ്രതികൾ ഇന്ന് അവൈലബിൾ ആണ്. കയ്യെഴുത്ത് പ്രതികളെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഒറിജിനൽ കോപ്പിയിൽ നിന്ന് പകർത്തി എഴുതിയിരിക്കുന്ന, അപ്പോസ്തലന്മാർ എഴുതിയിരിക്കുന്ന ഒറിജിനൽ കോപ്പിയിൽ നിന്ന് പകർത്തി എഴുതിയിരിക്കുന്ന കോപ്പികൾ ഇന്ന് അവൈലബിൾ ആണ്. 24,000 പോർഷൻസ്, പുതിയ നിയമത്തിന്റെ പോർഷൻസ് ഇന്ന് അവൈലബിൾ ആണ്. ഒരു കാര്യം വ്യക്തമാണ്, ഇന്ന് ലോകത്തുള്ള ഒരൊറ്റ പുസ്തകത്തിന് വേദപുസ്തകം കഴിഞ്ഞാൽ ലോകത്തിൽ ഇന്ന് നമ്മളുടെ ഇടയിൽ നമുക്കത്ര അറിയത്തില്ല എങ്കിൽ പോലും ഒരു ഗ്രീക്ക് എഴുത്താണ് ഇന്ന്, ഏൻഷ്യന്റ് റൈറ്റിംഗ് ആണ് ഹോമർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഹോമറിന്റെ ഇലിയാഡ്, ഹോമർ എന്ന് പറയുന്ന പുസ്തകമാണ് ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കോപ്പീസ് അവൈലബിൾ ആയിട്ടുള്ളത്. വിശുദ്ധ വേദപുസ്തകം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോപ്പീസ് അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു പുസ്തകമാണ് ഗ്രീക്ക് ലിറ്ററേച്ചറായ, അല്ലെങ്കിൽ കൂടുതലും പോയംസ് അടങ്ങിയിരിക്കുന്ന, അത് റിലീജിയസ് ഇമ്പോർട്ടൻസ് ഉള്ള, മതപരമായ, ഗ്രീക്ക് ചിന്താഗതിയിൽ മതപരമായ വളരെ പ്രാധാന്യമുള്ള ഒരു പുസ്തകമാണ് ഹോമറിന്റെ ഇലിയാഡ് എന്ന് പറയുന്ന പുസ്തകം. എന്നാൽ ഞാൻ ഒരു കാര്യം വ്യക്തമായിട്ട് നിങ്ങളെ ഓർപ്പിക്കാം, ഇന്ന് ലോകത്തിലുള്ള ഒരൊറ്റ പുസ്തകത്തിന്, ലോകത്തിലുള്ള മതപരമായ പുസ്തകങ്ങൾക്കോ അല്ല മറ്റേതെങ്കിലും പുസ്തകങ്ങൾക്കോ ഇത്രമാത്രം കയ്യെഴുത്ത് പ്രതികളുള്ള മറ്റൊരു പുസ്തകം ഇന്ന് ലോകത്തിലില്ല. ഇത്രമാത്രം കയ്യെഴുത്ത് പ്രതികളുള്ള, ഗ്രീക്കിൽ തന്നെ 5,300, ലാറ്റിൻ ഭാഷയിൽ 10,000, മാത്രമല്ല 24,000 മാനുസ്ക്രിപ്റ്റ്സ്, പുതിയ നിയമത്തിന്റെ പോർഷൻസിനുള്ള മറ്റൊരു പുസ്തകം ഇന്ന് ലോകത്തിലില്ല. മാത്രമല്ല കമ്പയർ ചെയ്യുമ്പോൾ പുതിയ നിയമത്തെയും ഇന്ന് ലോകത്തിലുള്ള മറ്റ് ലിറ്ററേച്ചറിനെയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ, ഹിസ്റ്റോറിക്കൽ റൈറ്റിനെയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ, എഫ് ബ്രൂസ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ, എഫ് ബ്രൂസ് എന്ന് പറയുന്നത് പുതിയ നിയമത്തിന്റെ ഒരു പണ്ഡിതനാണ്, പുതിയ നിയമ പണ്ഡിതനാണ് എഫ് ബ്രൂസ്. അദ്ദേഹം പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണമേ, there is no body of ancient literature in the world which enjoys such a wealth of good textual attestation as the New Testament. പുതിയ നിയമത്തിനുള്ള ടെക്സ്റ്റുവൽ അറ്റസ്റ്റേഷൻ ഉള്ളതുപോലെ, മാനുസ്ക്രിപ്റ്റ് എവിഡൻസസ് ഉള്ളതുപോലെ, കയ്യെഴുത്ത് പ്രതികളുടെ തെളിവുള്ളതുപോലെ ലോകത്തിൽ ഒരൊറ്റ ഏൻഷ്യൻ ലിറ്ററേച്ചറിനും അതുപോലെ തെളിവുകൾ ഇല്ല എന്ന് അദ്ദേഹം പറയും. മാത്രമല്ല ഹോമറിക് പോയംസ്, ഞാൻ പറഞ്ഞല്ലോ, ഗ്രീക്ക് ലിറ്ററേച്ചറിൽ, ഏൻഷ്യൻ ലിറ്ററേച്ചറുകളിൽ ഏറ്റവും കൂടുതൽ ബൈബിൾ കഴിഞ്ഞാൽ കോപ്പീസ് കൂടുതലുള്ളത് ഹോമറിക് ലിറ്ററേച്ചറിനാണ്. ഈ ഹോമറിക് ലിറ്ററേച്ചറുമായിട്ട് ഒരു കമ്പാരിസൺ നമുക്ക് നടത്തി നോക്കിയാൽ, അല്പസമയം വളരെ ശ്രദ്ധയോട്ടിരുന്നാൽ, ഹോമർ എന്ന് പറയുന്ന, അല്ലെ ഹോമറിക് ലിറ്ററേച്ചർ എഴുതിയത് 900 BC-യിലാണ്. ശ്രദ്ധിക്കണം, 900 BC-യിലാണ് ഈ ഏൻഷ്യൻ ലിറ്ററേച്ചറായ ഹോമറിക് ലിറ്ററേച്ചർ എഴുതപ്പെട്ടിരിക്കുന്നത്. 900 BC. അതിന്റെ ഏർലിയസ്റ്റ്, ഏറ്റവും പഴയ കയ്യെഴുത്ത് പ്രതി കണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത് 400 BC-യിലാണ്. ആദ്യത്തെ കയ്യെഴുത്ത് പ്രതി, അതിൽ നിന്ന് കോപ്പി ചെയ്തിരിക്കുന്ന കയ്യെഴുത്ത് പ്രതി, മാനുസ്ക്രിപ്റ്റ് കണ്ടെടുത്തിരിക്കുന്നത് 400 BC-യിലാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എത്ര വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്? Written in 900 BC, earliest copy was found in 400 BC. എന്ന് പറഞ്ഞാൽ 500 വർഷത്തിന്റെ ഗ്യാപ്പുണ്ട് ആദ്യത്തെ കയ്യെഴുത്ത് പ്രതിയും ഏൻഷ്യൻ
ലിറ്ററേച്ചറുമായിട്ട് അല്ലെങ്കിൽ ആ ലിറ്ററേച്ചർ എഴുതിയ വർഷവുമായിട്ട് അതിന്റെ 643 കോപ്പീസ് മാത്രമേ, കയ്യെഴുത്ത് പ്രതികൾ മാത്രമേ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളൂ. കയ്യെഴുത്ത് പ്രതികൾ എന്ന് പറയുമ്പോൾ, കോപ്പീസ് എന്ന് പറയുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിന് 5300 കോപ്പീസേ ഉള്ളെന്നല്ല ഞാൻ പറഞ്ഞത്, തെറ്റിദ്ധരിക്കരുത്. ഈ വിശുദ്ധ വേദപുസ്തകത്തിന് ഒരുപാട് കോപ്പീസ് ഉണ്ട്. എന്നാൽ അന്ന് എഴുതപ്പെട്ടിരിക്കുന്ന കയ്യെഴുത്ത് പ്രതി, നോക്കി എഴുതിയിരിക്കുന്ന കയ്യെഴുത്ത് പ്രതി, ഈ പ്രതികളുടെ എണ്ണം മാത്രമാണ് പറയുന്നത്. ഈ ഹോമറിക് ലിറ്ററേച്ചറിന് 643 കയ്യെഴുത്ത് പ്രതികൾ മാത്രമേ കണ്ടെടുക്കപ്പെട്ടിട്ടുള്ളൂ. ഇത് ശ്രദ്ധിക്കണം. അപ്പൊ ഹോമറിക് ലിറ്ററേച്ചർ എഴുതിയത് 900 BC അതിന്റെ ആദ്യത്തെ കോപ്പി കണ്ടെടുത്തിരിക്കുന്നത്, കയ്യെഴുത്ത് പ്രതി കണ്ടെടുത്തിരിക്കുന്നത് 500 BC. അപ്പൊ ഇതിനിടയിൽ എന്ത് സംഭവിച്ചെന്ന് നമുക്കറിയില്ല. അപ്പൊ ഈ കയ്യെഴുത്ത് പ്രതി കണ്ടുകൊണ്ട് വേണം ആദ്യത്തത് ശരിയോ തെറ്റോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഈ കയ്യെഴുത്ത് പ്രതി ശരിയാണോ തെറ്റാണോ എന്ന് നമുക്കറിയില്ല. ഈ വേദപുസ്തകത്തിന്റെ ഒറിജിനൽ കോപ്പി ഇന്ന് അവൈലബിൾ അല്ല. ഞാൻ നെഗറ്റീവായിട്ടാണ് പറയുന്നത്. അപ്പോസ്തലന്മാർ എഴുതിയ ആ കോപ്പി ഇന്ന് അവൈലബിൾ അല്ല. ഹോമറിക് ലിറ്ററേച്ചറിന്റെയും ആ ഹോമർ എഴുതിയ ആ കോപ്പി ഇന്ന് അവൈലബിൾ അല്ല. എന്നാൽ ഇതിന്റെ ആധികാരികത മനസ്സിലാക്കുന്നത് ഈ കയ്യെഴുത്ത് പ്രതികൾ തമ്മിലുള്ള ഗ്യാപ്പാണ്, ആ പീരീഡ് തമ്മിലുള്ള ഗ്യാപ്പാണ്. അതായത് 400 വർഷം കഴിഞ്ഞെഴുതിയ കയ്യെഴുത്ത് പ്രതിയാണ് ഹോമറിക് ലിറ്ററേച്ചറിനുള്ളത്. എന്നാൽ വേദപുസ്തകം ശ്രദ്ധിക്കുക. വേദപുസ്തകത്തിൽ പുതിയ നിയമം എഴുതപ്പെട്ടിരിക്കുന്നത് ബിറ്റ്വീൻ 40 and 100 AD ഓരോ പുസ്തകവും എഴുതപ്പെട്ടിരിക്കുന്നത് 40നും 100നും AD 40നും 100നും ഇടയിലാണ് പുതിയ നിയമത്തിന്റെ 27 പുസ്തകങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത്. അതിന്റെ ഏർലിയസ്റ്റ് കോപ്പി ഓഫ് മാനുസ്ക്രിപ്റ്റ്, കയ്യെഴുത്ത് പ്രതിയുടെ ഏറ്റവും ആദ്യത്തെ കോപ്പി കണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത് AD 125 125 AD ആദ്യത്തെ കയ്യെഴുത്ത് പ്രതി കണ്ടെടുത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എത്ര വർഷത്തെ ഗ്യാപ്പാ? 100 AD പുതിയ നിയമം എഴുതി തീർന്നത്. അതിന്റെ ആദ്യത്തെ ഏർലിയസ്റ്റ് കോപ്പി കണ്ടെടുത്തിരിക്കുന്നത് 25 AD. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം, എന്നാലേ ഉറങ്ങാതിരിക്കത്തുള്ളൂ. ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഉറങ്ങാതിരിക്കണമെങ്കിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്തേ പറ്റുകയുള്ളൂ. അങ്ങനെയെങ്കിൽ വെറും 25 വർഷം കഴിഞ്ഞപ്പോൾ എഴുതപ്പെട്ട കയ്യെഴുത്ത് പ്രതി ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. വേദപുസ്തകത്തിന്റെ വെറും അപ്പോസ്തലന്മാർ എഴുതിക്കഴിഞ്ഞ് വെറും 25 വർഷം കഴിഞ്ഞപ്പോൾ എഴുതപ്പെട്ട കയ്യെഴുത്ത് പ്രതി ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനെയെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? 25 വർഷം എന്ന് പറയുന്നത് നത്തിങ്. 25 years ഒറിജിനൽ ഡോക്യുമെന്റ്സിൽ നിന്ന് കോപ്പി ചെയ്തിരിക്കുന്നത് വെറും 25 വർഷം കഴിഞ്ഞപ്പോൾ കോപ്പി ചെയ്തു എന്ന് പറയുന്നത് അതൊരു ഗ്യാപ്പല്ല. എന്ന് പറഞ്ഞാൽ എന്റെ പിതാവ് എഴുതിയ ഒരു പുസ്തകം ഞാൻ കോപ്പി ചെയ്യുന്നത് പോലെ, എന്റെ പിതാവ് എഴുതിയ ഒരു പുസ്തകം ഞാൻ കോപ്പി ചെയ്യുന്നത് പോലെ എന്ന് പറഞ്ഞ ഒരു ജനറേഷൻ ഗ്യാപ്പ് പോലും ഏതിനില്ല. പുതിയ നിയമത്തിന്റെ ഒറിജിനൽ കോപ്പിക്കും ആദ്യത്തെ കയ്യെഴുത്ത് പ്രതിക്കും തമ്മിലില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഈ കയ്യെഴുത്ത് പ്രതികളിൽ നിന്നാണ് എന്ത് വന്നിരിക്കുന്നത്? ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കൊണ്ട് സാധിക്കുന്നത് ഈ വിശുദ്ധ വേദപുസ്തകം ഒറിജിനൽ കോപ്പിയിൽ നിന്ന്, അപ്പോസ്തലന്മാർ എഴുതപ്പെട്ടിരിക്കുന്ന കോപ്പിയിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് സംശയിക്കാൻ യാതൊരു വകയുമില്ല. എന്നാൽ ഹോമറിക് ലിറ്ററേച്ചർ സാധ്യതയുണ്ട്. കാരണം എന്താ? 400 years കഴിഞ്ഞുള്ള കോപ്പി മാത്രമേ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളൂ. ഒറിജിനൽ കോപ്പിയിൽ നിന്ന് 400 years കഴിഞ്ഞെഴുതിയ കയ്യെഴുത്ത് പ്രതി മാത്രമേ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളൂ. അത് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം 400 years എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് ഗ്യാപ്പ്. തലമുറകളുടെ ഗ്യാപ്പ് ഉണ്ട് ഈ 400 years. എന്നാൽ വേദപുസ്തകത്തിൽ അങ്ങനെ ഒന്ന് സംശയിക്കേണ്ട കാര്യമില്ല എന്ന് കാണുവാൻ കൊണ്ട് സാധിക്കുന്നു. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ 643 കയ്യെഴുത്ത് പ്രതികൾ മാത്രം ഹോമറിക് ലിറ്ററേച്ചറിന് കണ്ടെടുക്കപ്പെട്ടിരിക്കുമ്പോൾ 24,000 കോപ്പീസാണ് വിശുദ്ധ വേദപുസ്തകത്തിന്റെ പുതിയ നിയമത്തിന്റെ കയ്യെഴുത്ത് പ്രതികളായിട്ട് കണ്ടെടുത്തിരിക്കുന്നത്. ഇനിയും ഒരു കാര്യം കൂടെ പറഞ്ഞ ആ ഭാഗം ഞാൻ വിടാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഈ വിശുദ്ധ വേദപുസ്തകത്തിലും മറ്റ് പുസ്തകങ്ങളും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മളിപ്പോൾ മലയാള വേദപുസ്തകം പഠിച്ചു വരുമ്പോൾ ചില വാക്കുകളുടെ വ്യത്യാസങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒറിജിനൽ സ്ക്രിപ്റ്റിൽ നിന്നും ചില വാക്കുകളുടെ വ്യത്യാസം കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ചിലർ അതൊക്കെ എടുത്തുകൊണ്ട് പറയുന്നത്, ഒരു ഉദാഹരണം പറഞ്ഞാൽ ഗ്രീക്കിൽ പറഞ്ഞിരിക്കുന്ന
ഒരു കൈയെഴുത്ത് പ്രതിയിൽ പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ വേർഡാണ് രണ്ടാമത്തെ കൈയെഴുത്ത് പ്രതിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ വ്യത്യസ്തമായ വാക്ക് വന്നതുകൊണ്ട് ഉടനെ അതെടുത്തിട്ട് പറയുന്നത് അത് സംശയമാണ്, അതുകൊണ്ട് ഇത് ഒറിജിനൽ കോപ്പിയുടെ ഭാഗമല്ല എന്ന് വാദിക്കുന്ന ആളുകളുണ്ട്. ശ്രദ്ധിക്കണമേ, ഹോമറിക് ലിറ്ററേച്ചറിൽ അല്ലെങ്കിൽ ഇലിയാദിൽ 15,600 ലൈൻസ് ഉണ്ട്. 15,600 ലൈനുകൾ എവിടുണ്ട്? ഹോമറിക് ലിറ്ററേച്ചറിലുണ്ട്. ഈ ഹോമറിക് ലിറ്ററേച്ചറിലെ 15,600 ലൈനുകളിൽ ഒറിജിനൽ കോപ്പിയിൽ നിന്ന് വന്നതാണോ എന്ന് സംശയിക്കപ്പെടുന്ന 764 ലൈനുകളുണ്ട്. 764. ഇത് ഒറിജിനൽ കോപ്പിയിൽ നിന്ന് വന്നതാണോ എന്ന് സംശയിക്കപ്പെടുന്ന 760 മറ്റ് ലിറ്ററേച്ചറുമായിട്ട് കമ്പയർ ചെയ്ത് പഠിച്ച് such has been the care with which the New Testament has been copied. അത്രമാത്രം കെയർ കൊടുത്താണ് ഒറിജിനൽ എഴുത്തിൽ നിന്ന് വേദപുസ്തകം കോപ്പി ചെയ്യപ്പെട്ടിരിക്കുന്നത്. Such has been the providence of God in preserving for His church in each and every age a competently exact text of the scripture. ആ ദൈവദാസൻ പറയുന്നത്, ബെഞ്ചമിൻ വാർഫീൽഡ് പറയുന്നത് എന്താണെന്നറിയാമോ? മനുഷ്യൻ ഇത് കോപ്പി ചെയ്തപ്പോൾ തെറ്റ് പറ്റാഞ്ഞത്, അത്രയും ഒരു തെറ്റ് പോലും സംശയാസ്പദമായിട്ട് ഒരു കാര്യവും വിശുദ്ധ വേദപുസ്തകത്തിൽ ഇന്നും വരുവാൻ ഇടയാകാഞ്ഞതിന്റെ കാരണം പരിശുദ്ധനായ ദൈവം തന്റെ സഭയെ അത്രമാത്രം സ്നേഹിച്ച് അത്രമാത്രം കരുതലാണ് ദൈവമക്കൾക്ക് ദൈവം കൊടുത്തിരിക്കുന്നതെന്നാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ ഭാഗം കൂടുതൽ വിശദീകരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. കാരണം ഇതുപോലുള്ള തെളിവുകൾ ധാരാളം പറഞ്ഞ് മുന്നോട്ട് പോയാൽ നിങ്ങൾക്കത് എത്രമാത്രം എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് ഞാൻ സംശയിക്കുന്നു. ഞാൻ ഇത്രയും പറഞ്ഞു വന്നതിന്റെ ആശയം, ആർക്കിയോളജിക്കൽ എവിഡൻസസ് വെച്ച് നോക്കിയാലും വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന തെളിവുകൾ, എന്തിന് ഈവൻ നോഹയുടെ പെട്ടകം ഉറച്ച കാര്യവും അരാറാത്ത് പർവ്വതത്തിന്റെ കാര്യവും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ റീസെന്റ്ലിയും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. വേദപുസ്തകത്തിന്റെ നമുക്ക് മനസ്സിലാക്കുവാൻ തൊക്കെ സാധിക്കുന്നുണ്ട്. വേദപുസ്തകം വളരെ ക്ലിയറായി ഭൂമിയുടെ ആഴങ്ങളിൽ അല്ലെങ്കിൽ അടിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നുവെന്നും അഗ്നി അല്ലെങ്കിൽ ലാവയെപ്പറ്റി, ഭൂമിക്കുള്ളിൽ ഒതുങ്ങിയിരിക്കുന്ന ലാവയെപ്പറ്റി ഇതൊക്കെ വേദപുസ്തകം പണ്ടേ പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഇന്നത്തെ സയന്റിഫിക് അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് വളരെ വ്യക്തമായി തെളിയിച്ചിരിക്കുന്നത് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ കാര്യവും തെറ്റല്ല എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. സകല കാര്യവും വാസ്തവമാണ് എന്ന് ഇന്നത്തെ തെളിവുകൾ വളരെ വ്യക്തമായി അത് മനസ്സിലാക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർപ്പിച്ചതുപോലെ ഇന്ന് നടക്കുന്ന ക്ലോണിംഗ്, ഇന്ന് നടക്കുന്ന കുഞ്ഞുങ്ങളെ വിൽക്കുക, മനുഷ്യ ശരീരം വിൽക്കുന്നത്, ടെസ്റ്റ് ശിശു, TV, കമ്പ്യൂട്ടർ, ഇന്ന് നടക്കുന്ന ഇന്നത്തെ ഡെവലപ്മെന്റായ കമ്പ്യൂട്ടർ ചിപ്പ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ ദിവസം കഴിച്ച ഞാൻ ഇവിടെ വായിച്ചല്ലോ, 2021 ആകുമ്പോഴേക്കും ഈ ഭൂമി എന്തായിരിക്കും എന്ന് പറയുന്നത്, മണ്ടന്മാരില്ലാത്ത ലോകമായിരിക്കുമെന്ന്. 2021. അപ്പൊ ബുദ്ധി കുറഞ്ഞ ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഏത് വർഷം വരെ ജീവിച്ചിരുന്നാൽ മതി? 2021 വരെ. 2021 കഴിഞ്ഞാൽ സ്കൂളുകളിൽ പരീക്ഷയില്ലെന്നാ പറയുന്നത്. അദ്ദേഹത്തിന്റെ ഭാവനയിൽ, ആ ചിന്തയിൽ ഇന്നത്തെ വളർച്ച വെച്ചുകൊണ്ട് കമ്പയർ ചെയ്തപ്പോൾ സ്കൂളുകളിൽ എക്സാം കാണത്തില്ല. കാരണം എക്സാം എന്തിനാ? ആരാ ബുദ്ധിമാനെന്ന് അറിയാൻ വേണ്ടിയാ. ഇത് ഈ കമ്പ്യൂട്ടർ ചിപ്പ് വാങ്ങിച്ച് ഫിറ്റ് ചെയ്താൽ മതി, എല്ലാവരും ബുദ്ധിമാന്മാരാ. പിന്നെ ബ്രെയിൻ അല്ല വർക്ക് ചെയ്യുന്നത്, പിന്നെന്താ? അരിമണിയോളം വലിപ്പമുള്ള കമ്പ്യൂട്ടർ ചിപ്പിനകത്ത് നമ്മുടെ സകല ഡീറ്റെയിൽസ് മടക്കി വെക്കാൻ സാധിക്കുമെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. നമ്മുടെ സകല കാര്യങ്ങളും ക്രമീകരിക്കുന്ന, വാങ്ങുവാനും വിൽക്കുവാനും നിങ്ങളെ ഐഡന്റിഫൈ ചെയ്യുന്ന, നിങ്ങൾ ആരാണെന്ന് എയർപോർട്ടിൽ മനസ്സിലാക്കുന്ന, നിങ്ങൾ ആരാന്ന് പാസ്പോർട്ട് ഓഫീസ്, അന്ന് പാസ്പോർട്ടിന്റെ ആവശ്യമില്ലെന്ന, കാരണം ഈ ചിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ സകല ഡീറ്റെയിൽസും ഒരൊറ്റ കുഞ്ഞിന്, ഒരു റാഞ്ചിക്കും എന്ന് പറഞ്ഞാൽ ഹൈജാക്ക് ചെയ്യാൻ പറ്റത്തില്ല പ്ലെയിന്. കാരണം ഇന്നിപ്പം എക്സ്റേ സ്ക്രീനിലൂടെ നമ്മൾ കടന്നുപോയി തെളിവുകളൊക്കെ കൊടുത്താലും അവന്റെ പോക്കറ്റിൽ ഒരു കത്തി ഉണ്ടെന്നുള്ളതാണ്. അതാണ് ഇന്നത്തെ കാര്യം. എത്ര ടെസ്റ്റ്, എത്ര ചെക്കിംഗ് നടത്തി നമ്മളെ കടത്തി വിട്ടാലും പോക്കറ്റിൽ എന്തുണ്ട്? ഒരു കത്തിയുണ്ട്, ഒരു ബോംബുണ്ട്. അങ്ങനെയാണ് ഇന്ന് സ്ഫോടനങ്ങൾ നടക്കുന്നത്. എന്തിന്? എന്നാൽ അന്ന് ഒരു കാര്യവും കളിപ്പീര് നടക്കാത്ത നിലയിൽ കമ്പ്യൂട്ടർ ചിപ്പ് മനുഷ്യ ശരീരത്തിൽ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നു എന്നാണ് കഴിഞ്ഞ ആഴ്ചത്തെ, എനിക്ക് ഞായറാഴ്ചത്തെ സപ്ലിമെന്റിലെ മനോരമ വായിച്ച പ്രിയപ്പെട്ടവർക്ക് മനസ്സിലാക്കുവാൻ കൊണ്ട് സാധിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, വിശുദ്ധ വേദപുസ്തകം കമ്പ്യൂട്ടർ എന്ന വാക്ക് കേൾക്കാൻ ഭൂമിയിൽ കഴിയാതിരുന്ന സമയത്താണ് പറഞ്ഞത് മനുഷ്യ ശരീരത്തെ എന്ത് ഇൻസേർട്ട് ചെയ്യും.
പിശാചിന്റെ മുദ്ര ഇൻസേർട്ട് ചെയ്യും, പിശാചിന്റെ മുദ്ര അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിന്റെ മുദ്ര പതിപ്പിക്കുമെന്ന് വിശുദ്ധ വേദപുസ്തകം പറഞ്ഞത്. മനുഷ്യന് അത് ചിന്തിക്കാൻ ഊഹിക്കാൻ കഴിയാത്ത കാലത്താണ് വേദപുസ്തകം എന്നത് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. ഇന്ന് രാത്രി വളരെ വ്യക്തമായി വേദപുസ്തകത്തെ പറ്റി ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഇന്ന് നടക്കുന്ന സയന്റിഫിക് ഡെവലപ്മെന്റ്, ഇന്ന് നടക്കുന്ന ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ്, ഇന്ന് നടക്കുന്ന മാനുസ്ക്രിപ്റ്റ് കമ്പാരിസൺ, ഇതെല്ലാം വിളിച്ചു പറയുന്നത് ഞാനും നിങ്ങളും കൊണ്ടു നടക്കുന്ന വിശുദ്ധ വേദപുസ്തകം ആധികാരികമാണ്, ഇത് വിശ്വസനീയമാണ് എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം ഞാൻ ഇത്രയും നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയതിന്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ? വിശുദ്ധ വേദപുസ്തകത്തെ സംശയിക്കേണ്ട കാര്യമില്ല. ആർക്കെങ്കിലും വിശുദ്ധ വേദപുസ്തകം ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ വാസ്തവമാണോ എന്ന് സംശയമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുന്നു. നിങ്ങളുടെ ലോജിക്കലി ചിന്തിച്ചാൽ പോലും വേദപുസ്തകത്തെ ചോദ്യം ചെയ്യാൻ ഭൂമിയിൽ ഒരൊറ്റ മനുഷ്യനും കഴിയുകയില്ല എന്ന് വേദപുസ്തകത്തിൽ നിന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ തക്കണം സാധിക്കുന്നുണ്ട്. ഇനി ഈ കോപ്പീസ് മാത്രമല്ല, നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്ന വേർഷൻസ് നോക്കാം. ഭാഷകൾ, വേദപുസ്തകത്തിന്റെ ഭാഷകൾ. വിശുദ്ധ വേദപുസ്തകം 4-ാം നൂറ്റാണ്ടിൽ തന്നെ പുതിയ ഭാഷകളിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. സിറിയക് വേർഷൻ, ആദ്യമായി വേദപുസ്തകം പരിഭാഷ ചെയ്യപ്പെടുന്നത് സിറിയക്കിലേക്കാണ്. ഓൾഡ് സിറിയക് വേർഷനാണ്. ഓൾഡ് സിറിയക് വേർഷൻ 4-ാം നൂറ്റാണ്ടിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. കുറച്ചുകൂടെ ഡെവലപ്ഡായി സിറിയക് പെഷിറ്റ എന്ന വാക്കിന്റെ അർത്ഥം സിമ്പിൾ എന്നാണ്. എന്ന് പറഞ്ഞാൽ സിമ്പിൾ സിറിയക് എന്ന ഭാഷയിൽ നമുക്കറിയാമല്ലോ. ഇന്ന് ഇംഗ്ലീഷ് പരിഭാഷയിൽ തന്നെ പല പരിഭാഷകൾ നമ്മുടെ കയ്യിലുണ്ട്. കിങ് ജെയിംസ് വേർഷൻ, ന്യൂ കിങ് ജെയിംസ് വേർഷൻ, റിവൈസ് സ്റ്റാൻഡേർഡ് വേർഷൻ, ന്യൂ റിവൈസ് സ്റ്റാൻഡേർഡ് വേർഷൻ, ന്യൂ ഇന്റർനാഷണൽ വേർഷൻ, ഗുഡ് ന്യൂസ് വേർഷൻ, പിന്നെ അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേർഷൻ തുടങ്ങി ഒരുപാട് പരിഭാഷകൾ നമ്മുടെ കയ്യിൽ കാണുന്നുണ്ട്. ഈ പരിഭാഷകൾ കാണുന്നത് വാക്കുകൾ സിമ്പിളാക്കിയും വാക്കുകൾ കഠിനപ്പെടുത്തിയും പരിഭാഷപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞതുപോലെ 4-ാം നൂറ്റാണ്ടിൽ തന്നെ പരിഭാഷ ചെയ്യപ്പെട്ടിരിക്കുന്ന പരിഭാഷയാണ് സിറിയക് വേർഷൻ, സിറിയക് ലാംഗ്വേജിലുള്ള ഭാഷ എന്ന് പറയുന്നത്. മാത്രമല്ല കുറച്ചുകൂടെ താഴോട്ട് വരുമ്പോൾ 400-നും 500 AD, 400 and 500 ADക്ക് ഇടയിൽ പലസ്തീനിയൻ സിറിയക് എന്ന പരിഭാഷ പുറത്തിറങ്ങി. പലസ്തീനിയൻ പരിഭാഷ എന്തിന്? കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ ലാറ്റിൻ വേർഷൻ വന്നു. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഷയുണ്ട്, അതാണ് ലാറ്റിൻ വൾഗേറ്റ് എന്ന് പറയുന്ന ജെറോം എന്ന് പറയുന്ന സഭാപിതാവ് പരിഭാഷ ചെയ്യപ്പെട്ടിരിക്കുന്ന, ഇന്ന് കത്തോലിക്ക സഭ അടിസ്ഥാനമായി അംഗീകരിക്കുന്ന പരിഭാഷയാണ് ജെറോമിന്റെ ലാറ്റിൻ വൾഗേറ്റ് എന്ന് പറയുന്ന ഭാഷ. ഇത് ബിഷപ്പ് ഓഫ് റോമിന് വേണ്ടി അദ്ദേഹം, ജെറോം എന്ന് പറയുന്ന സഭാപിതാവ് 366-നും 384-നും ഇടയിലാണ് ഈ പരിഭാഷ തയ്യാറാക്കിയത്. റോമിലെ ബിഷപ്പിന്റെ സെക്രട്ടറി ആയിരുന്ന ജെറോം ഈ പരിഭാഷ രേഖപ്പെടുത്തി. എന്തിന്? ഞാൻ ചുരുക്കി പറഞ്ഞാൽ ഈ പരിഭാഷകൾ കാണിക്കുന്നത് 4-ാം നൂറ്റാണ്ടിൽ തന്നെ ആരംഭിച്ച ഈ പരിഭാഷ കാണിക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിന്റെ വിശ്വസനീയതയാണ്. എന്തുകൊണ്ടാണ് പരിഭാഷ വരുന്നത്? ലോകം മുഴുവനും ഇത് അറിയപ്പെടണമെന്നുള്ളത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് പരിഭാഷപ്പെടുത്തുന്നത്? ലോകത്തിലെ ജനം മുഴുവൻ വാസ്തവം മനസ്സിലാക്കണമെന്നുള്ള ദൈവദാസന്മാരുടെ ചിന്തയാണ്. അതുകൊണ്ട് ഈ പരിഭാഷകളും ഒരു പരിധിവരെ ദൈവവചനത്തിന്റെ വിശ്വാസ്യതയെ തെളിയിക്കുന്നു എന്ന് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുക. ഞാൻ ഇനി ഇത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. വിശുദ്ധ വേദപുസ്തകത്തെ പറ്റിയുള്ള പഠനം ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ, ഞാൻ ഇത്രയും നാളെ പഠിപ്പിച്ചതിനെ പറ്റിയുള്ള എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, അല്ല ഈ ആർക്കിയോളജിക്കൽ എവിഡൻസസോ മാനുസ്ക്രിപ്റ്റ് എവിഡൻസസോ ഇന്ന് പറഞ്ഞതിൽ നിന്ന് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ കിട്ടണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിച്ചാൽ വ്യക്തിപരമായി അത് മനസ്സിലാക്കുവാൻ കഴിവുള്ള പ്രിയപ്പെട്ടവർക്ക് അതിനു വേണ്ടുന്ന ക്രമീകരണത്തെ അല്ലെങ്കിൽ അങ്ങനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ക്രമീകരണങ്ങൾ ചെയ്യാം എന്ന് അറിയിക്കുന്നു. ഞാൻ ഇന്ന് രാത്രി പറഞ്ഞു വന്നതിന്റെ ആശയം ഇത്ര മാത്രമേ ഉള്ളൂ. വേദപുസ്തകത്തിന്റെ അകത്തുനിന്ന് തന്നെ വളരെ വ്യക്തമായ തെളിവുകൾ, ക്ലിയറായ തെളിവുകൾ വേദപുസ്തകം വിശ്വസനീയമാണ് എന്ന് തെളിയിക്കുന്നു. വേദപുസ്തകത്തിന്റെ പുറത്തുള്ള തെളിവുകൾ എടുത്താലും, ആർക്കിയോളജിക്കൽ ഇൻവെൻഷൻസ് എടുത്താലും, മാനുസ്ക്രിപ്റ്റ് എവിഡൻസസ് എടുത്താലും വേദപുസ്തകം സത്യമാണെന്ന് വ്യക്തമായി ഏത് ബുദ്ധിജീവിക്കും തെളിയും. ഇനി ഏതെങ്കിലും ഒരു മനുഷ്യന് ഈ വിശുദ്ധ വേദപുസ്തകത്തെ ചോദ്യം ചെയ്യാൻ തയ്യാറാകുകയാണെങ്കിൽ ഈ ചരിത്രത്തിലുള്ള സംശയമുള്ള എല്ലാ പുസ്തകങ്ങളും അവൻ തള്ളിക്കളയണം. അവൻ കണ്ടിട്ടില്ലാത്ത, അവൻ കേട്ടിട്ടില്ലാത്ത എല്ലാ പുസ്തകങ്ങളും അവൻ തള്ളിക്കളയണം. എന്ന് പറഞ്ഞാൽ വിശുദ്ധ വേദപുസ്തകം സംശയാതീതമായി 1-2 വാക്കുകളിൽ
അവിടെ ഇവിടെയും വ്യത്യാസം വന്നത് എടുത്തുകൊണ്ട് വേദപുസ്തകം സത്യമല്ല എന്ന് പറയാൻ തയ്യാറാകുന്ന ഒരു മനുഷ്യൻ, അവൻ കണ്ടിട്ടില്ലാത്ത, അവൻ കേട്ടിട്ടില്ലാത്ത ആരെങ്കിലും എഴുതിയിട്ടുള്ള ചരിത്രത്തിലെ എല്ലാ പുസ്തകങ്ങളും തള്ളിക്കളയണം. അങ്ങനെ തള്ളിക്കളഞ്ഞാൽ ഇന്ന് ലോകത്തിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായം തകരുമാറാകും. ഇന്ന് ലോകത്തിന്റെ ഇക്കണോമിക് സിസ്റ്റം താറുമാറാകും. ഇന്ന് ലോകത്തിന്റെ പഠന സമ്പ്രദായങ്ങൾ മുഴുവൻ താറുമാറാകും. കാരണം ഇന്ന് കുട്ടികൾ നാം പഠിക്കുന്ന പുസ്തകങ്ങളൊന്നും തന്നെ അവർ കണ്ടിട്ടുള്ള ആളുകളാൽ രചിക്കപ്പെട്ട പുസ്തകങ്ങളല്ല. മാത്രമല്ല, ഓരോ സിദ്ധാന്തങ്ങളും കുഞ്ഞുങ്ങൾ സ്കൂളിൽ പഠിക്കുന്നത് അവർ കണ്ടിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങളല്ല. പഴയകാലത്ത് പണ്ടെന്നോ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ഇന്നും സത്യമായി നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ആ സിദ്ധാന്തങ്ങളെ സ്കൂളുകളിൽ, കോളേജുകളിൽ പഠിപ്പിക്കാൻ തയ്യാറാകുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി വളരെ വ്യക്തമായി ഞാൻ ഓർപ്പിക്കട്ടെ, വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും നിവർത്തീകരിക്കപ്പെടാത്തതായി ഇല്ലാത്തതുകൊണ്ട് ഒന്നുകിൽ നിവർത്തീകരിക്കപ്പെടുന്നു, ഇല്ലെങ്കിൽ നിവർത്തിയുടെ സിംറ്റം ഇപ്പോഴേ കണ്ടു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വിശുദ്ധ വേദപുസ്തകം വിശ്വസനീയമാണ്. അവിടെ ഞാൻ നിർത്തുന്നില്ല. വിശ്വസനീയമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന്, വാട്ട് വി ഹാവ് ടു ഡു പറഞ്ഞേ. വിശുദ്ധ വേദപുസ്തകം ആധികാരികമാണ്, സമ്മതിച്ചു. വിശ്വസനീയമാണ്, സമ്മതിച്ചു. യഹോവയുടെ അരുളപ്പാടാണ്, സമ്മതിച്ചു. യേശുദമ്പുരാനും അപ്പോസ്തലന്മാരും തിരുവഴുത്താണെന്ന് പറഞ്ഞതാണെന്ന് സമ്മതിച്ചു. ദൃക്സാക്ഷികളാൽ എഴുതപ്പെട്ടതാണെന്ന് സമ്മതിച്ചു. നിർമ്മിത കഥകളാലല്ല, മഹിമ കണ്ട സാക്ഷികളാൽ എഴുതപ്പെട്ടതാണെന്ന് സമ്മതിച്ചു. ആർക്കിയോളജിക്കൽ എവിഡൻസസ് ഉണ്ടെന്ന് സമ്മതിച്ചു. മാനുസ്ക്രിപ്റ്റ് തെളിവുകൾ ഉണ്ടെന്ന് സമ്മതിച്ചു. ട്രാൻസ്ലേഷൻ, പരിഭാഷാ തെളിവുകൾ ഇതിനുണ്ടെന്ന് സമ്മതിച്ചു. ഇതെല്ലാം സമ്മതിക്കുമ്പോൾ വേദപുസ്തകത്തിന്റെ വിശ്വാസ്യത ഞാൻ അംഗീകരിക്കുന്നു. അതുകൊണ്ട് സ്തോത്രം പറഞ്ഞു പോകുകയല്ല. വേദപുസ്തകത്തിന്റെ വിശ്വാസ്യത അംഗീകരിക്കുന്ന ഏത് വ്യക്തിയെ ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്ന ഒരു കാര്യം, ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അനുസരിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ ഒരു ഭാഗം ശരിയും ഒരു ഭാഗം തെറ്റുമായി മാറ്റപ്പെടുന്നില്ല. ഒരു ഭാഗം വാസ്തവവും ഒരു ഭാഗവും അവിശ്വാസ്യതയുമായി മാറ്റപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ വ്യക്തമായി ഞാൻ നിങ്ങളെ ഓർപ്പിക്കാനായി താല്പര്യപ്പെടുന്നത്, വിശുദ്ധ തിരുവചനം ദൈവത്തിന്റെ ആത്മാവിനാൽ എഴുതപ്പെട്ടതാണെന്ന് കഴിഞ്ഞ ഈ 5-6 ആഴ്ചകളിലായി പഠനത്തിലൂടെ മനസ്സിലാക്കിയ ദൈവമക്കളെ ഞാൻ ദൈവത്തിന്റെ ആത്മാവിൽ ബുദ്ധി ഉപദേശിക്കട്ടെ. വിശുദ്ധ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളെ, ഉപദേശങ്ങളെ അനുസരിക്കാതെ നിങ്ങൾ പോകുന്നെങ്കിൽ നിങ്ങൾ ഒരു ശിക്ഷാവിധിയിലേക്കാണ് നീങ്ങുന്നതെന്ന് ഇന്ന് രാത്രി വ്യക്തമായി ഞാൻ ഓർപ്പിക്കട്ടെ. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ബുദ്ധി ഉപദേശിക്കുന്നു, വിശുദ്ധ തിരുവചനത്തിലെ വചനങ്ങളെ പഠിക്കുവാൻ ഇതുവരെ നിങ്ങൾ കാണിച്ച തീഷ്ണതയേക്കാൾ കൂടുതൽ തീഷ്ണത കാണിക്കുകയും ആഗ്രഹം കാണിക്കുകയും വാഞ്ച കാണിക്കുകയും വേദപുസ്തകം പറഞ്ഞിരിക്കുന്ന ഉപദേശങ്ങളെ അതുപോലെ അനുസരിക്കാൻ നമ്മൾ തയ്യാറാകുകയും ചെയ്യണമെന്ന് ദൈവസ്നേഹത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. വിശുദ്ധ തിരുവചനം അനുസരിച്ചില്ല എങ്കിൽ അവന്റെ മേൽ ശാപം വരുമെന്ന് വേദപുസ്തകം, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളത് വായിച്ചു. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. തിരുവചനം അനുസരിക്കാത്തവൻ കള്ളനാണെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധ തിരുവചനം ദൈവാത്മാവിനാൽ എഴുതപ്പെട്ടതായതുകൊണ്ട് തിരുവചനത്തിലെ വചനങ്ങളെ അനുസരിക്കാതിരിക്കുക എന്ന് പറയുന്നത് ദൈവാത്മാവിനോടുള്ള മത്സരമാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് അർപ്പിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം കേൾക്കുന്ന സഹോദരന്മാരോടും സഹോദരിമാരോടും ഒരു വാക്കിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു സമർപ്പണത്തോടുകൂടെ വേണം ഈ ഹാള് വിട്ട് മടങ്ങിപ്പോകുവാൻ. ഇന്ന് ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എത്രമാത്രം പതിഞ്ഞു എന്ന് എനിക്കറിയുകയില്ല, അല്പം ഡിഫിക്കൽട്ടായിട്ട് തോന്നിയെന്ന് എനിക്കറിയുകയില്ല. എന്നാൽ ഇന്ന് രാത്രി ഈ അവസാന ഭാഗത്ത് വേദപുസ്തകത്തെ പറ്റി പരസ്യമായി ഇപ്പോൾ ഈ പഠിപ്പിക്കുന്ന ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമായി ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നത്, ഈ വചനം കേൾക്കുന്ന എല്ലാവരും ദൈവത്തിന്റെ വചനം അനുസരിച്ച് നിത്യജീവന്റെ അവകാശികളായി തീരണം, ശാപത്തിന് ഉടമകളായി തീരരുത്. നിത്യരക്ഷയുടെ സന്തോഷം നിങ്ങളും അനുഭവിക്കണമെന്ന് ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു. അത് നിങ്ങളെ ഉപദേശിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ നമുക്ക് അടയ്ക്കാം. എല്ലാ ദൈവമക്കളും ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമ്മുടെ കണ്ണുകളെ അടച്ച് ഇന്ന് രാത്രി ഈ ദിവസങ്ങളിൽ പഠിച്ച വചനത്തിന്റെ മുൻപാകെ നമ്മെ തന്നെ ഒരു നിമിഷം നമുക്ക് സമർപ്പിക്കാം. Let everyone close eyes. Hallelujah. 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 ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളുടെ കയ്യിൽ ദൈവം തന്നിരിക്കുന്ന ഈ വേദപുസ്തകം വെറും ഒരു പുസ്തകത്തിന്റെ കൂട്ടത്തിൽ കൂട്ടി നിങ്ങൾ മാറ്റരുതേ. അത് വായിക്കാതെ നിങ്ങൾ വിടരുതേ. നിങ്ങളുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ വിശുദ്ധ തിരുവചനത്തിൽ അടങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ നിത്യജീവന് വേണ്ടുന്ന ഉപദേശങ്ങൾ വിശുദ്ധ തിരുവചനത്തിൽ അടങ്ങിയിരിക്കുന്നു. അതിൽ പറഞ്ഞിരിക്കുന്ന സകല കാര്യങ്ങളും
കഴിഞ്ഞ കാലങ്ങളിൽ നിവർത്തീകരിക്കപ്പെടുന്നു, ഇപ്പോൾ നിവർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു, ഇനി നിവർത്തീകരിക്കപ്പെടും എന്നുള്ളതിന്റെ അടയാളങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി നീ വേദപുസ്തകത്തെ സംശയിക്കാതെ, ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ബുദ്ധി ഉപദേശിക്കുന്നത് വിശുദ്ധ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ അനുസരിക്കാൻ ഞാൻ എന്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു എന്ന പ്രാർത്ഥനയോടെ ഈ ഹാൾ വിട്ടു പോകണമെന്നാണ് ദൈവാത്മാവ് ആഗ്രഹിക്കുന്നത്. എല്ലാ ദൈവമക്കളും വിശ്വാസികൾ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ട്, ഒരു നിമിഷം ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ട്, വിശുദ്ധ വേദപുസ്തകം ദൈവം നമ്മുടെ കരങ്ങൾ തന്നിരിക്കുന്നതിനായി സന്തോഷത്തോടെ സ്തോത്രം ചെയ്താട്ട്, ഈ ആധികാരികതയുള്ള വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ കരങ്ങൾ ദൈവം തന്നിരിക്കുന്നതിനായി, അത് പഠിക്കാനുള്ള വായിക്കാനുള്ള അവകാശം ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്താട്ട്, അത് നമ്മുടെ ഭാഷയിലേക്ക് ഭാഷാന്തരപ്പെടുത്തി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ മലയാള പരിഭാഷയ്ക്കായി സ്തോത്രം ചെയ്താട്ട്, ഈ ഇംഗ്ലീഷ് പരിഭാഷയ്ക്കായി സ്തോത്രം ചെയ്താട്ട്, നമുക്കിത് മനസ്സിലാകത്തക്ക നിലയിൽ നമ്മുടെ കരങ്ങളിൽ എത്തത്തക്ക നിലയിൽ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബൈബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം ചെയ്താട്ട്, എല്ലാ ദൈവമക്കളും ഒരുമിച്ച് വിശുദ്ധ തിരുവചനത്തിനായി സ്തോത്രം ചെയ്യാം. നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. ഇന്ന് രാത്രി ദൈവവുമായിട്ട് സംസാരിക്കുമ്പോൾ എത്ര പേർ ഹൃദയത്തിലൊരു തീരുമാനമെടുക്കും? കർത്താവേ, അങ്ങയുടെ വചനം സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അങ്ങയുടെ ആത്മാവിനാൽ എഴുതപ്പെട്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി ഒരു തീരുമാനം ഞാൻ എടുക്കുന്നു. അങ്ങയുടെ വചനം ഞാൻ കൂടുതൽ വായിക്കും, അങ്ങയുടെ വചനം ഞാൻ കൂടുതൽ പഠിക്കും, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ അനുസരിക്കാൻ. ഇനി ലോകം മുഴുവൻ എനിക്കെതിരായി മാറ്റപ്പെട്ടാലും, ലോകത്തിലുള്ള ആളുകളൊക്കെ എനിക്കെതിരായി മാറ്റപ്പെട്ടാലും, എന്റെ കൂടെയുള്ളവർ എന്നെ എതിർത്താലും, വിശുദ്ധ തിരുവചനം പറയുന്ന കാര്യങ്ങളെ അനുസരിക്കുവാൻ ഞാൻ എന്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. അങ്ങയുടെ വചനം കൂടുതൽ ധ്യാനിക്കുവാൻ, അങ്ങയുടെ വചനത്തിന്റെ വാക്കുകളെ അനുസരിപ്പാൻ ഞാൻ എന്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. എത്ര പേർ ഈ നിമിഷം ആ പ്രാർത്ഥന ദൈവത്തോടെ പ്രാർത്ഥിക്കും? എല്ലാ ദൈവമക്കളും ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ, നമ്മൾ 1-2 മിനിറ്റുകൾക്കുള്ളിൽ പ്രാർത്ഥിച്ച ആശീർവാദം പറഞ്ഞ് മീറ്റിംഗ് അവസാനിപ്പിക്കുകയാണ്. എന്നാൽ ഒരു നിമിഷം നമ്മുടെ ഹൃദയത്തോട് ഇങ്ങനെ ഒരു സമർപ്പണത്തോടെ നമുക്ക് പോകാം. ഹൃദയത്തിൽ ശാന്തമായിട്ട് പ്രാർത്ഥിച്ചാട്ട്, പിതാവേ, അങ്ങയുടെ തിരുവചനം എനിക്ക് നൽകിയിരിക്കുന്നതിനായി സ്തോത്രം. ഈ ബൈബിൾ എന്റെ കയ്യിൽ അങ്ങ് തന്നിരിക്കുന്നതിനായി സ്തോത്രം. ഈ ബൈബിൾ എന്റെ ഭവനത്തിൽ ദൈവം തന്നിരിക്കുന്നതിനായി സ്തോത്രം. ഇത് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന കർത്താവേ, ഇത് പഠിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന കർത്താവേ, ഇതിലൂടെ എന്നെക്കുറിച്ചുള്ള അങ്ങയുടെ ഹിതം എന്തെന്ന് മനസ്സിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന കർത്താവേ, അങ്ങനോട് പറയുന്ന വചനങ്ങൾ അനുസരിക്കാൻ ഞാൻ എന്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. ഒരു നിമിഷം എല്ലാ ദൈവമക്കളും കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഇവിടെ ഇരിക്കുന്ന ആരും തന്നെ കണ്ണു തുറന്നിരിക്കാതെ എല്ലാവരും കണ്ണടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, എല്ലാ പ്രിയപ്പെട്ടവരും കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ എത്ര പേർ ഈ പ്രാർത്ഥന ദൈവത്തോടെ പ്രാർത്ഥിച്ചു? കർത്താവേ, അങ്ങയുടെ വചനം പറയുന്ന എന്തായാലും അതനുസരിക്കാൻ ഞാൻ എന്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. ഒരു മനുഷ്യൻ പറയുന്നതല്ല, ഒരു സഭ പറയുന്നതല്ല, ഒരു വീട്ടുകാർ പറയുന്നതല്ല, ഒരു പാരമ്പര്യം പറയുന്നതല്ല, ഒരു പാസ്റ്റർ പറയുന്നതല്ല, ഒരു അച്ഛൻ പറയുന്നതല്ല. കർത്താവേ, അങ്ങയുടെ വചനം എന്ത് പറഞ്ഞാലും ഈ ബൈബിൾ വിശ്വസനീയമാണെന്ന് ഈ ദിവസങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു. ഈ വിശ്വസനീയമായ അങ്ങയുടെ വചനത്തെ എന്ത് പറഞ്ഞാലും അതനുസരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തയ്യാറുള്ള ദൈവമക്കൾ, ആ ഒരു സമർപ്പണമുള്ള ദൈവമക്കൾ പ്രവലതകരത്തെ ദൈവസ്ഥലിൽ ഉയർത്തിപ്പിടിക്കുമോ? യേശുവിന്റെ താഴ്ചയെ കരങ്ങൾ ഉയർത്തുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. എത്ര പേർ ദൈവത്തിന്റെ വചനം എന്ത് പറഞ്ഞാലും ഞാനതനുസരിക്കാൻ തയ്യാറാണ്? ഒരു സമർപ്പണത്തോടെ ഈ കരം ദൈവം കാണുന്നു. നിങ്ങളുടെ സമർപ്പണത്തെ ദൈവം മാനിക്കും, ദൈവം മാനിക്കും, ദൈവം മാനിക്കും, ദൈവം മാനിക്കും. യേശുവേ, സ്തോത്രം, 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 സ്തോത്രം. കർത്താവേ, ഈ കരങ്ങളെ ദൈവം കണ്ടിരിക്കുന്നല്ലോ. നമ്മുടെ ഹൃദയത്തിൽ ദൈവം കൊടുത്തിരിക്കുന്ന ആഗ്രഹത്തിനായി സ്തോത്രം. പിതാവേ, ഇവിടെ ഞങ്ങൾ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങയുടെ കരം പ്രിയപ്പെട്ടവരുടെ മേൽ വെച്ച് അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവേ. ഒരെടുത്തിരിക്കുന്ന ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽപ്പാൻ ദൈവം സഹായിക്കണമേ കർത്താവേ. അങ്ങയുടെ ദാസൻ എന്നുള്ള നിലയിൽ പ്രിയപ്പെട്ടവരെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നാം ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ റീതങ്കച്ചൻ മുന്നോട്ട് വന്ന് പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കുന്നതാണ്. ഇന്ന് ഈ സന്ധ്യാസമയം സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിച്ചു എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശു മശിഹായുടെ കൃപയും സമാധാനവും നാം എല്ലാവരോടും, ഇന്ന് വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരോടും, തുടർന്ന് നടക്കേണ്ടുന്ന എല്ലാ ബൈബിൾ ക്ലാസുകളുടെ എല്ലാ ദിവസങ്ങളിൽ നടക്കുന്ന ബൈബിൾ ക്ലാസുകളോടും, നാളെ നടക്കുന്ന മീറ്റിങ്ങുകളോടും കൂടെ ഇന്ന് മുതൽ നമ്മുടെ കർത്താവിന്റെ 2ാം വരവ് ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട ദൈവകുഞ്ഞാടിന്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കൊൽക്കത്താവിന്റെ ദാസൻ പാസ്റ്റർ സാം ഡാനിയൽ അവർ മുന്നോട്ട് വന്ന് പ്രാർത്ഥിച്ച് ഈ കാസറ്റ് കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നതാണ്. നമുക്കൊരു നിമിഷം ആ നിലയിൽ പ്രാർത്ഥനയോടെയായിരിക്കും. അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ദർഭത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിന്റെ വചനം വാമൊഴിയായും വരമൊഴിയായും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. വാമൊഴിയായി ലഭിച്ച വചനങ്ങൾ, തിരുവെഴുത്തുകൾ വരമൊഴിയായിട്ട് ലഭിക്കുവാൻ സമയങ്ങൾ എടുത്തിട്ടുണ്ട്. എന്നാൽ ഈ ആധുനിക കാലത്ത്
വാമൊഴിയായിട്ട് നൽകുന്ന വചനങ്ങൾ അതേസമയം തന്നെ നമ്മുടെ കൈകളിൽ എത്തത്തക്ക നിലയിലുള്ള ക്രമീകരണങ്ങൾ ദൈവം ചെയ്തിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. കർത്താവിന്റെ വചനത്തോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുമ്പോൾ തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ 3-ാം അധ്യായം 14 മുതലുള്ള വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാണ്. എന്തിനാണ് നമ്മൾ തിരുവെഴുത്തുകൾ പഠിക്കുന്നത്? ആ വചനത്ത് പഠിക്കാൻ കഴിയുന്ന 2 യാഥാർത്ഥ്യങ്ങൾ: ഒന്ന്, രക്ഷയ്ക്ക് ജ്ഞാനിയാകുവാൻ; രണ്ടാമത്, സൽപ്രവൃത്തികളിൽ വക പ്രാപിച്ച് തികഞ്ഞവരാകുവാൻ. ഈ തിരുവെഴുത്തിൽ എന്തെല്ലാമാണ് ഉള്ളത്? പൗലോസ് ശ്ലീഹ അവിടെ തന്നെ അത് രേഖപ്പെടുത്തുന്നുണ്ട്. ഉപദേശമുണ്ട്, ശാസനയുണ്ട്, ഗുണീകരണമുണ്ട്, നീതിയിലെ അഭ്യാസമുണ്ട്. ഉപദേശം എന്ന് പറയുമ്പോൾ ശരിയായ പാത ഏതെന്ന് കാണിക്കുന്നതാണ്. ശാസന എന്ന് പറയുമ്പോൾ ശരിയായ പാതയിൽ നിന്ന് തെറ്റിയിരിക്കുന്നു, ആ തെറ്റ് വെളിപ്പെടുത്തുന്നതാണ്. ഗുണീകരണം എന്ന് പറഞ്ഞാൽ തെറ്റിൽ നിന്ന് ശരിയിലേക്ക് തിരിച്ചുവിടുന്നതാണ്. നീതിയിലെ അഭ്യാസം എന്ന് പറഞ്ഞാൽ ശരിയായ പാതയിൽ എങ്ങനെ നിലനിൽക്കാം എന്ന് വെളിപ്പെടുത്തുന്നതാണ്. കഴിഞ്ഞ 5 ദിവസങ്ങൾ പാസ്റ്റർ ഷാജി ഡാനിയൽ, അദ്ദേഹം എന്റെ അനുജനായതുകൊണ്ട് ഞാൻ പറയുന്നു എന്നുള്ളതെല്ലാം നിങ്ങൾ അതിന്റെ അനുഭവസ്ഥരാണ്. ഹൃദയസ്പർശിയായി കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുവാൻ കർത്തൃദാസനെ കർത്താവ് ഉപയോഗിച്ചതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 2 ക്ലാസുകളിൽ എനിക്കും പങ്കെടുക്കാൻ ഉള്ള അവസരം ഉണ്ടായി. ഞാൻ വളരെ സന്തോഷവാനാണ്. എന്റെ അനുജനായാലും കർത്താവിന്റെ ദാസൻ എന്ന നിലയിൽ ഞാൻ പറഞ്ഞു, ഈ 5 ദിവസത്തെയും കാസറ്റ് ഒരു സെറ്റ് എനിക്കും കൂടെ തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വളരെ താല്പര്യം തോന്നി. ഈ നല്ല ക്രമീകരണങ്ങൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ബ്രദർ എബ്രഹാം ജോർജ് അതിന് വളരെ താല്പര്യം കാണിച്ചതിൽ കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഈ കാസറ്റ് തിരുവെഴുത്തുകൾ വേണ്ടുമണ്ണം പഠിച്ച് രക്ഷയ്ക്ക് ജ്ഞാനിയാകുവാനും സകല സൽപ്രവൃത്തിയിലും വക പ്രാപിച്ച് തികഞ്ഞവരാകുവാനും ഉപദേശവും ശാസനയും ഗുണീകരണവും നീതിയിലെ അഭ്യാസവും ഉൾക്കൊള്ളുന്നതാണ് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്നതാണ്. അങ്ങനെ ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അങ്ങനെയുള്ള നല്ല ലക്ഷ്യത്തിലേക്ക് നയിക്കട്ടെ എന്നുള്ള ആശംസാ വാക്കുകളോടുകൂടെ ഞാൻ ഈ കാസറ്റ് കർത്തൃസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിപ്പാൻ താല്പര്യപ്പെടുന്നു. ദയവായി എല്ലാവർക്കും ഒരു നിമിഷം കൂടെ എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, വാക്കിനാലോ ക്രിയയാലോ എന്തു ചെയ്താലും അങ്ങയുടെ നാമം അടിയങ്ങളിൽ മഹിമപ്പെടണം. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അങ്ങയുടെ സന്നിധിയിൽ വരുവാനും അങ്ങ് തന്നിരിക്കുന്ന കൃപകൾ അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് ഉപയോഗിപ്പാനും ഞങ്ങളെ അനുവദിക്കുന്നതോർത്ത് സ്തോത്രം. ഇന്ന് രാത്രിയിലും അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷകനും ഞങ്ങളുടെ കർത്താവും വീണ്ടെടുപ്പുകാരനുമായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങയുടെ ദാസനെ ഈ ദേശത്ത് അങ്ങ് ഉപയോഗിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലേക്ക് അനേകരെ നടത്തുവാൻ അങ്ങയുടെ ഭൃത്തിനെ അങ്ങ് അനുവദിച്ച കൃപയ്ക്കായിട്ട് സ്തുതിക്കുന്നു. വചനത്തിന്റെ ആഴങ്ങളിൽ അങ്ങ് കൊടുത്ത ദർശനത്തിനായി വെളിപ്പാടുകൾക്കായിട്ട് സ്തോത്രം. ഈ മേച്ചിൽപ്പുറത്ത് കഴിഞ്ഞ ചില ദിവസങ്ങളായി അങ്ങയുടെ ദാസൻ വാമൊഴിയായി നൽകിയ വചനം ആയതിന്റെ നിലയിൽ റെക്കോർഡ് ചെയ്ത് ആമേൻ ഞങ്ങളുടെ കരങ്ങളിൽ എത്തിയിരിക്കുന്നു. പരിശുദ്ധ കർത്താവെ, ഈ സംരംഭത്തെ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനായി ഞങ്ങൾ ഒന്നു ചേർന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പിതാവേ, അങ്ങയുടെ കൃപ ഈ പ്രത്യേക സന്ദർഭത്തിൽ പകരുമാറാകണമേ. ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവർ,
ആമേൻ, അനുഗ്രഹിക്കപ്പെടുവാനിടയാക്കണമേ. ഭാഗ്യവാന്മാരായി തീരുവാനിടയാക്കണമേ. തിരുവെഴുത്തുകളുടെ ആഴങ്ങൾ ദർശിപ്പാനും രക്ഷയ്ക്ക് ജ്ഞാനിയാകുവാനും സകല സൽപ്രവൃത്തിയിലും വകപ്രാപിച്ച് തികഞ്ഞവരാകുവാനും ഇടയാക്കണമേ എന്ന് അങ്ങയോട് അപേക്ഷിക്കുന്നു. അടിയങ്ങളെ ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു. പരിശുദ്ധ കർത്താവെ, അങ്ങയുടെ ഭൃത്യനെ തുടർന്നുള്ള നാളുകളിലും അങ്ങയുടെ പ്രവൃത്തിക്ക് വേണ്ടി ഉപയോഗിക്കണമേ. മഹത്വം അങ്ങയ്ക്ക്, ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കടന്നു വന്നതിന് നന്ദി. അടുത്ത തിങ്കളാഴ്ചയും 7:30 മണിക്ക് ഇവിടെ വെച്ച ബൈബിൾ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. ആർക്കെങ്കിലും പ്രത്യേക ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ട്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ കടന്നു വന്നാൽ പ്രാർത്ഥിക്കുന്നതുമായിരിക്കും. ഈ കാസറ്റുകൾ താല്പര്യമുള്ള പ്രിയപ്പെട്ടവർ